അപ്പോൾ ഈ സാലഡ് ഡ്രസ്സിങ് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇന്നത്തെ ഡിന്നറ് ഒരു ഹെൽത്തി ആയിട്ടുള്ള സാലഡും ചിക്കൻ എയർ ഫ്രൈയും ഈ മിക്സ് ചെയ്യുന്ന പൗഡറാണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. സൂപ്പർ ഈസിയാണ്. ഹലോ ഗായ്സ്, ഇന്നത്തെ വെയ്റ്റ് ലോസ് ഡിന്നറാണ്. ഇന്നത്തെ സാലഡും ചിക്കനുമാണ്. ചിക്കൻ എയർ ഫ്രൈ ചെയ്തതാണ്. സാലഡ് അതിൻ്റെ ഡ്രസ്സിങ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിന്നറാണ്. ഞാനതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ സാലഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കഴുകി കുറച്ച് തണുത്ത വെള്ളത്തിലിട്ടതിന് ശേഷം കുറച്ച് വിനീഗർ ഇട്ട് ഒരു 15 മിനിറ്റ് വെക്കുന്നുണ്ട്. അതിന് ശേഷം അത് നന്നായിട്ട് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് അരിഞ്ഞെടുക്കണം. ലെറ്റസ് ലീവ്സും ബെൽ പെപ്പർ, കുക്കുംബർ, സ്ട്രോബെറി ഇതെല്ലാമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. ഇനി ഇതിലേക്ക് അല്പം നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്പം ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ ഗ്രേറ്റഡ് ചീസ് മേടിച്ചത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ചീസ് ഉള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതാണ് ചീസ് കഴിക്കുന്നത്. നമുക്ക് വൈറ്റമിൻ എ റിച്ചാണ്, പ്രോട്ടീനുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ചീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് പല സൈസ് ചീസ് മിക്സ് ചെയ്ത് വന്നേക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പം നമ്മുടെ സാലഡ് റെഡിയായി. ഇനി ഇതിൻ്റെ സാലഡ് ഡ്രസ്സിംഗ് ആണ് ഉണ്ടാക്കാനുള്ളത്. ഇനിയിപ്പം സാലഡ് ഡ്രസ്സിംഗ് ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് ഗ്രീക്ക് യോഗട്ട് എടുത്തിട്ടുണ്ട്, കോട്ടേജ് ചീസ് എടുത്തിട്ടുണ്ട്. കോട്ടേജ് ചീസ് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചീസ് ഇതുപോലെയുള്ളത് എടുത്താലും മതി. കോട്ടേജ് ചീസാണ് ഒത്തിരി നല്ലത്. അത് പ്രോട്ടീൻ റിച്ച് ആണ്, അതുകൊണ്ടാണ് അത് എടുത്തേക്കുന്നത്. അപ്പം അത് എടുത്തു. ഞാൻ 2 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് അരിഞ്ഞിട്ടാലും മതി. അപ്പോൾ ഇതിങ്ങനെ കുനകുനാന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ടി കുറച്ച് ആപ്പിൾ സൈഡർ വിനീഗർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ടി ഞാൻ ഒരു പൗഡർ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് കാഷ്യൂ നട്ട്, പിസ്താഷ്യൂ, ഫ്ലാക്സ് സീഡ്, സൺഫ്ലവർ സീഡ്, പിന്നെ ആൽമണ്ട്. ഇത്രയും സാധനങ്ങൾ ഡ്രൈഡ് ആയിട്ടുള്ളത് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ പൊടിച്ചെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാലഡിൽ ഇത് ഇട്ട് കൊടുത്ത് കഴിക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇത് നമ്മളിത് കഴിക്കാനൊന്നും അങ്ങനെ ചിലപ്പോൾ മറന്നു പോകും. നമ്മളിത് കഴിക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ അത് അവിടെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ പൊടിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് പൊടിച്ച് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് അത് നമ്മൾ ഓരോ ദിവസവും സാലഡോ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പം അതിലേക്കിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇനി കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒലിവ് ഓയിൽ, അത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒലിവ് ഓയിലും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ടെക്സ്ചറും വരും. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ സാലഡ് ഡ്രസ്സിങ് ഹെൽത്തി ആയിട്ടുള്ളത്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാലഡ് ഡ്രസ്സിങ് ആണ്. ഇനി നമുക്കിതിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ നമ്മുടെ മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്ലാക്സ് സീഡൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഒമേഗ 3 റിച്ചാണ്, അതുപോലെ ഫാറ്റും എല്ലാം ഉണ്ട്. നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സാലഡ് ഡ്രസ്സിങ് ആണിത്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡ്രസ്സിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും. ഞാനിവിടെ ചിക്കൻ ഓൾറെഡി എയർ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ചിക്കൻ എയർ ഫ്രൈ ചെയ്തതാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ഇത് സാലഡ് ഡ്രസ്സിങ് ആദ്യം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സാലഡെല്ലാം ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചിക്കനും ഇട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്.
ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ഡിന്നറാണിത്. ബാക്കിയുള്ള കുറച്ച് പൊടി കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പ്രോട്ടീൻ റിച്ച് ഡിന്നറാണിത്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി നല്ലതാണ്. പ്രോട്ടീൻ കൂടുതലുണ്ട്, കാർബ് തീരെ കുറവാണ്. അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെയിറ്റ് ലോസിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. Thank you for watching. See you in another video. Bye.